ഹലോ മക്കളെ, അപ്പൊ നമ്മള് ഇന്ന് പ്രോബ്ലംസ് ആണ് കുറച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഭാരതത്തിൽ നമുക്ക് അതിനെ കാൽക്കുലേറ്റർ ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ പ്രോബ്ലംസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ആ പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. PYQs ആണ്, എല്ലാം PYQs ആണ്, പ്രോബ്ലംസ് ആണ്. ഓക്കെ, അതിൽ കുറച്ചൊക്കെ പ്രോബ്ലംസ് നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മൾ കുറെയൊക്കെ കണ്ടതാണ്. അപ്പൊ ഇതില് ക്ലാസ്സിൽ ചെയ്യാത്ത കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടിലേക്ക് എഴുതി എടുത്തിട്ട് ചെയ്ത് സ്വയമായിട്ട് ചെയ്ത് നോക്കണം. ആദ്യം നമുക്ക് കുറച്ച് ഇക്വേഷൻസ് പരിചയപ്പെടാം അല്ലെ. കുറച്ച് ഇക്വേഷൻസ് നമുക്കറിയാം. ഫോട്ടോ ഇലക്ട്രോണിന്റെ, അതായത് നമ്മുടെ ഏത് പറഞ്ഞ സമയത്ത് ഫോട്ടോ ഇലക്ട്രിക്കെ പറ്റി പറഞ്ഞിട്ട് ഫോട്ടോ ഇലക്ട്രോണിന്റെ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് H × nu - nu 0. അതിൽ H എന്താ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 × 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ് അതിന്റെ വാല്യൂ. ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈറ്റ്, വരുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി. nu0 എന്ന് പറഞ്ഞാൽ വർക്ക് ത്രെഷോൾഡ് ഫ്രീക്വൻസി. എനർജി ഓഫ് ക്വാണ്ടം മെക്കാനിക് നമ്മുടെ തിയറി അല്ലെ, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിൽ E = h nu എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. H എന്ന് പറഞ്ഞ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, nu എന്ന് പറഞ്ഞ ഫ്രീക്വൻസി, E എന്ന് പറഞ്ഞ എനർജി. നെക്സ്റ്റ്, വേവ് നമ്പർ ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ വേവ് നമ്പർ കാണാനുള്ള ഇക്വേഷൻ n1² - 1/n2². n1 എന്ന് പറഞ്ഞാൽ എത്തുന്നത്, n2 എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് വരുന്നത്. ഇതിന്റെയൊക്കെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്താണ്, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, ക്ലാസ്സിൽ ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാത്ത രണ്ട് ഇക്വേഷൻസ് ആണ് ഇതൊക്കെ. ഡി ബ്രോഗ്ലിന്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസും ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള ഇക്വേഷൻ. ലാംഡ = h/mv. ഇത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് അത്ര ചോദിക്കാറില്ല. ഇത് വെച്ചിട്ട് h/mv, p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mv തന്നെയാണല്ലോ. നെക്സ്റ്റ്, ΔX × ΔV അല്ലെ. എമ്മിന് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ΔV ആവും. ഇവിടെ > എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ അവിടെ = എന്ന് ഇട്ടാൽ മതി. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ = ഞാൻ എമ്മിനെ അങ്ങോട്ട് കൊടുത്തു. എമ്മിനും ചിലപ്പോൾ ΔX ആവും കണ്ടുപിടിക്കേണ്ടത്, ചിലപ്പോൾ ΔV ആയിരിക്കും. ΔX ആണെങ്കിൽ ആ ഇക്വേഷൻ ഇങ്ങനെ മാറും, ΔV ആണ് ഇങ്ങനെ മാറും. അതായത് ΔX ആണെങ്കിൽ ΔV അങ്ങോട്ട് കൊണ്ടുവരും, ΔV അങ്ങോട്ട് കൊണ്ടുവരും. ΔV ആണെങ്കിൽ ΔX അങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ, ഇതൊക്കെ അറിയാം. അൺസർട്ടനിറ്റി പൊസിഷൻ ആണ് ΔX. ΔV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടനിറ്റി വെലോസിറ്റി, P ആണെങ്കിൽ മൊമെന്റ്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം. ആദ്യം നോക്കുക. കാൽക്കുലേറ്റ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റ് ഇലക്ട്രോൺ വിത്ത് വെലോസിറ്റി. ഡി ബ്രോഗ്ലിന്റെ വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. മാസ് ഇലക്ട്രോൺ ആണ് തന്നിട്ട്, മാസ് തന്നിട്ടില്ല. അപ്പൊ ലാംഡ = നമുക്കറിയാം, ഇക്വേഷൻ ആദ്യം എഴുതി വയ്ക്കുക. ലാംഡ = h/mv ആണ്. എച്ചിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ് 6.626 × 10⁻⁻34 ഡിവൈഡ് ബൈ എമ്മിന്റെ വാല്യൂ തന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഇലക്ട്രോൺ അല്ലേ, ഇലക്ട്രോണിന്റെ മാസ് നമുക്ക് അറിയാം എത്രയാണ്, 9.1 × 10⁻⁻31 അല്ലെ, ഇൻറ്റു വെലോസിറ്റി അറിയാം 1.6 × 10⁻⁶. ഇവിടെ തന്നിട്ടുണ്ട്, വെലോസിറ്റി ഒക്കെ തന്നിട്ടുണ്ട്. ഇത് ചെയ്താ ആൻസർ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണോ 6.626 9.31 ചെയ്യുമ്പോൾ ഇത്രയും കിട്ടും. -9 നാനോമീറ്റർ നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ധൈര്യം മതി. ആൻസർ മീറ്റർ ആണ്. എന്താണ്? ലാംഡയാണ്, ലാംഡയുടെ യൂണിറ്റ് മീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഫോട്ടോൺ ആസ്, ഇവിടെ നമ്മൾ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് ഞാൻ ഇതിൽ ക്വസ്റ്റ്യനും കൂടി ഞാൻ പറയാം. ഫോട്ടോൺ ആസ് മൊമെന്റം ആസ് വെൽ ആസ് വേവ് ലെങ്ത്. ഒരു ഫോട്ടോണിന് വേവ് ലെങ്ത് ഉണ്ട്, മൊമെന്റം ഉണ്ട്. മൊമെന്റം എന്ന് പറഞ്ഞാൽ വന്ന് തട്ടുന്ന സ്ഥലത്തുള്ള എഫക്റ്റ് അല്ലേ. തട്ടുന്ന സ്ഥലത്ത് എഫക്റ്റ് ഉണ്ടാകുന്ന ഏത് നേച്ചർ വേണം? പാർട്ടിക്കിൾ നേച്ചർ വേണം. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വേവ് ആയതുകൊണ്ടാണ്. അപ്പൊ വേവ് ലെങ്ത്തും ഉണ്ട്, ഫോട്ടോ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ടെന്നാ പറഞ്ഞത്? മൊമെന്റം ഉണ്ട്. അപ്പൊ വിച്ച് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ഈസ് റിവീൽഡ് അബോ, അതായത് ഏത് പ്രോപ്പർട്ടിയാണ് അവിടെ റിവീൽ ചെയ്യുന്നത്? വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. അതായത് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ, അതാണ് അവിടെ റിവീൽ ചെയ്യുന്നത്, ഈ ഫോട്ടോണിന്റെ ഡുവൽ നേച്ചർ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ആൻസർ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടോ? ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ. മാറ്ററിനുള്ള ഡുവൽ നേച്ചർ ആണ് അവിടെ റിവീൽ ചെയ്യുന്നത്. മൊമെന്റ് ഉണ്ടെങ്കിൽ പാർട്ടിക്കിൾ നേച്ചർ, വേവ് ലെങ്ത് ഉണ്ടെങ്കിൽ വേവ് നേച്ചർ. അപ്പോൾ ആത്മാവും, അതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, ആത്മാവും അതുപോലെ തന്നെ ശരീരവും. സോ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഇവിടുത്തെ ചോദ്യം കണ്ടോ? എ ഫോട്ടോൺ ആസ് എ മാസ് തന്നിട്ടുണ്ട് 8.6 × 10⁻⁻30 അല്ലെ. വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് വേവ് ലെങ്ത്, ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. എച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, വെലോസിറ്റി ഇവിടെ തന്നിട്ടില്ല. വെലോസിറ്റി തന്നിട്ടില്ലെങ്കിൽ വെലോസിറ്റി എത്ര ആക്കി എടുത്തോളാം? 3 × 10⁻⁸ ആക്കി എടുത്തോളാം. വെലോസിറ്റി തന്നിട്ടില്ലെങ്കിൽ 3 × 10⁻⁸. വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അതെടുക്കാം, ആ വാല്യൂ എടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ലാംഡ തന്നിട്ടുണ്ട്, ലാംഡ h ഡിവൈഡ് ബൈ ഈ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് കാൽക്കുലേറ്ററിലും കൊടുക്കേണ്ടത് കേട്ടോ. ഇതുപോലെയാണ് കാൽക്കുലേറ്റർ കൊടുക്കേണ്ടത്. കാൽക്കുലേറ്റർ പെട്ടെന്ന് തെറ്റ് പറ്റി കഴിഞ്ഞതാണ് ഇക്വേഷൻ. h ന്റെ വാല്യൂ ഡിവൈഡ് ബൈ m. ഇതുപോലെ ചെയ്താലേ ആൻസർ കറക്റ്റ് കിട്ടുള്ളൂ.
ഓക്കെ, ഇതിനും കൂടി ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക, എന്നാൽ പെർഫെക്റ്റ് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, ശ്രദ്ധിക്കണം, കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരുത്തും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി തന്നിട്ടില്ലെങ്കിൽ 3 × 10⁸ എടുക്കാം. ഓക്കെ, ഇലക്ട്രോൺ ആണെങ്കിൽ മാസ് തരില്ല, ആലോചിച്ചോളാം. അപ്പോൾ 9.1 × 10⁻31 ജൂൾ/സെക്കൻഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഇത് പിന്നെ ഇത് നിങ്ങൾ നോക്കേണ്ടത് പൈക്കോമീറ്ററിലേക്ക് -12 വന്നുകൊണ്ട് പൈക്കോമീറ്ററിലേക്ക് മാറ്റി ചെയ്തതാണ്. അത് കൺഫ്യൂഷൻ ആണ്, അത് നോക്കണ്ട കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വെലോസിറ്റി, ഫോട്ടോണിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 3 × 10⁻⁸ പഠിച്ചിട്ടുണ്ട് നമ്മൾ, എത്രയാണ് വരും എന്നുള്ളത്. ഓക്കെ, അത്ര ചെയ്തു, ഇതും ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് അൺസർട്ടനിറ്റി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സംഭവമാണ്. ഇത് അങ്ങനെ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ 4 ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇതെന്റെ ക്വസ്റ്റ്യൻ തന്നെ, ഈ ക്വസ്റ്റ്യൻ തന്നെ അങ്ങോട്ട് കൊണ്ട് വാല്യൂസ് ഒക്കെ ചിലപ്പോൾ മാറ്റിയിട്ടും അങ്ങനെയൊക്കെ തരുള്ളൂ, അല്ലാതെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നും ഇവിടുന്ന് ചോദിക്കാറില്ല. കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ സീനിയേഴ്സിനെ ചോദിച്ചത് ഇലക്ട്രോൺ വെച്ചിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പൊ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കുന്നല്ലാതെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അൺസർട്ടനിറ്റി വെച്ചിട്ടുള്ളത്. അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. കാൽക്കുലേറ്റ് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. വെലോസിറ്റിയിൽ അൺസർട്ടനിറ്റി കണ്ടുപിടിക്കാനല്ലേ. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽറ്റയാണ്, വെലോസിറ്റി ആണ് ഡെൽറ്റ. മാസ് എന്നുണ്ട് m = 130 gram അല്ലേ. പിന്നെ എന്താണ് പൊസിഷൻ, അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ തന്നിട്ട് എത്രയാണ് 1.2 ആംസ്ട്രോങ്. ആംസ്ട്രോങ്ങിനെ മീറ്ററിലേക്ക് മാറ്റണം, ഞാൻ പറഞ്ഞിട്ടുണ്ട് 10⁻⁻10 മീറ്റർ ആണ്. അപ്പൊ ഇതാണ് എന്താന്നുള്ളത് പൊസിഷനിലുള്ള. അപ്പൊ ΔX ആണ് ഈ തന്നിട്ടുള്ളത്, പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി ΔX. m തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ് ഇക്വേഷൻ? ΔV = ഇവിടെ ഇക്വേഷൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണോ ΔV അല്ലേ കണ്ടുപിടിക്കേണ്ടത്, ΔH/4πm × ΔX. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാം. മാസൊക്കെ അവിടെ തന്നിട്ടുണ്ട്, ഇതാണോ h/4π × ΔV. സോറി, ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ വെലോസിറ്റി ആണ്, ഈ വിനെ അങ്ങോട്ട് ഇടണം, എക്സിന് അങ്ങോട്ട് ഇടണം കേട്ടോ. ജസ്റ്റ് അങ്ങോട്ട് കൊണ്ട് ടൈപ്പ് ചെയ്തപ്പോൾ മാറിയതാണ്. ΔX ഇവിടെയാണ്, ΔV അവിടെയാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു, എമ്മിന് പകരം മാസ് കൊടുത്തു. മാസ് ശ്രദ്ധിക്കണം, ഇവിടെ മാസിന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് ഗ്രാമിലാണ്. അപ്പൊ അതിന് കിലോഗ്രാമിലേക്ക് ആക്കാൻ 130 × 10⁻³ ഇതൊക്കെ നമ്മൾ ചെയ്താൽ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ × 10⁻³ ചെയ്താൽ മതി. അത് ചെയ്തു. h ചെയ്തിട്ടുണ്ട്, h തന്നിട്ടുണ്ട്, 4π തന്നിട്ടുണ്ട്, m തന്നിട്ടുണ്ട്, ΔV തന്നിട്ടുണ്ട്. ΔVന്റെ വാല്യൂ 1.6 × 10⁻. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ പൊസിഷൻ ആയതുകൊണ്ട് മീറ്റർ, വെലോസിറ്റി ആണെങ്കിൽ മീറ്റർ/സെക്കൻഡ്. ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഇവിടെ ഇതിന് പകരം വേറൊരു ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ. ഇലക്ട്രോൺ മൂവിങ് വിത്ത് വെലോസിറ്റി. ഇലക്ട്രോണിന്റെ വെലോസിറ്റി അൺസർട്ടനിറ്റി അല്ല തന്നത്, ഇവിടെ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞിട്ട് തന്നത്, പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞിട്ട് തന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, വെലോസിറ്റി തന്നു. എന്നിട്ട് അൺസർട്ടനിറ്റി വെലോസിറ്റി 0.1% തന്നു. അൺസർട്ടനിറ്റി 0.1% ആണ്. ഇത്രതിൽ 0.1% അൺസർട്ടനിറ്റി. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം എന്നറിയോ, ഈ ഒരു വാല്യൂവിന്റെ 0.1% എത്രയാണ് കണ്ടുപിടിക്കണം. എന്തിനാ 0.1%? 0.1 × 100 ഏതിലാണ് ഈ വാല്യൂ അല്ലേ, 2.5 × 10⁻6. ഇത് കണ്ടുപിടിക്കണം ആദ്യം, എന്നാലേ ഡെൽറ്റ എന്താ കണ്ടുപിടിക്കേണ്ടത്, ΔV അല്ലേ, ΔV കിട്ടുള്ളൂ. 1% ആണ് 1%. അതായത് ഈ വെലോസിറ്റിയിൽ 1% ഇറർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇറർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ വാല്യൂവിന്റെ 0.1% കാണണം. ഓക്കെ, അപ്പൊ എന്താണ് അൺസർട്ടനിറ്റി എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഇതിന്റെ മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വേണം. 0.1% ഓഫ് ദിസ് അൺസർട്ടനിറ്റി. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ ΔV കിട്ടും. പിന്നെ കാൽക്കുലേറ്റ് അൺസർട്ടനിറ്റി പോയപ്പോൾ ΔX ആണ് കണ്ടുപിടിക്കേണ്ടത്. മാസ് ഓഫ് ഇലക്ട്രോൺ തന്നിട്ടുണ്ട്, എച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് മാത്രം ഇവിടെ ഒരു അഡീഷണൽ പാക്കേജ് ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെ നമ്മൾ ചെയ്ത പോലെ തന്നെ. ഓക്കെ, ഇക്വേഷൻ കൊടുക്കുന്നു, ΔV അവിടെ ആളുകൾ കൊടുക്കുന്നു, ജസ്റ്റ് അതിന്റെ ആൻസർ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, 3.14 ആണ് പൈന്റെ വാല്യൂ കൊടുക്കുന്നത്. അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ സംഭവം. വാല്യൂസ് ഒക്കെ അതിലുണ്ട്. ഇതിൽ ജസ്റ്റ് 2 വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മാസിനൊന്ന് കൺവേർട്ട് ചെയ്യണമായിരുന്നു. ഇവിടെ 1% അൺസർട്ടനിറ്റി എത്രയെന്ന് കണ്ടുപിടിക്കണം. മറ്റോടത്ത് അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് അത് ഡയറക്റ്റ് എടുക്കാം. പക്ഷെ അവിടെ വെലോസിറ്റി തന്നിട്ട് അതിന്റെ അൺസർട്ടനിറ്റി ഇത്ര പെർസെന്റേജ് ആണ് തന്നത്. പെർസെന്റേജ് തന്നു കഴിഞ്ഞാൽ ആലോചിക്കണം, നിങ്ങൾ ആ പെർസെന്റേജ് കണ്ടുപിടിക്കണം. വെലോസിറ്റി എന്നുണ്ടെങ്കിൽ വെലോസിറ്റിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ ആൻസർ തന്നെ ഞാൻ ഇതിന്റെ ഒപ്പം ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് ചിലപ്പോൾ ആൻസറുകളൊക്കെ ഇത് നമ്മുടെ
സോൾവ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റിൽ സോൾവ് ചെയ്തിട്ടുള്ള ആൻസർ ആണ് ഇത്. കറക്റ്റ് ചിലപ്പോൾ കറക്റ്റ് പക്കി ആയിക്കോളണമെന്നൊന്നുമില്ല. തെറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പേഴ്സണലി മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് രണ്ട് അങ്ങോട്ടോ മാറ്റുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ് വേറൊരു സംഭവം കൂടി ഉണ്ട്. നമ്മൾ ഈ ഹൈഡ്രജൻ സ്പെക്ട്രം പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി അവിടെ പഠിക്കാനുണ്ട്. ഇപ്പൊ നോക്കി നിങ്ങൾ ഇവരുടെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി മാക്സിമം നമ്പർ ഓഫ് എമിഷൻ lines when excited electron of hydrogen atom in N6 drops to ground state. അപ്പോൾ 6ൽ നിന്നും ഹൈഡ്രജൻ ആറ്റം തിരിച്ചു വരികയാണ്. എവിടെ നിന്ന് അങ്ങോട്ടാണ് തിരിച്ചു വരുന്നത്? N6ൽ നിന്നും. N2 എന്ന് പറഞ്ഞാൽ 6 ആണ്, N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഒരു ലൈമൻ സീരീസ് ആണ്, കാരണം N1 1ലേക്കാണ് വരുന്നത്. 6 1ലേക്ക് തിരിച്ചു വരിക. അത് നമ്മൾ ചോദിച്ചത് മാക്സിമം നമ്പർ ഓഫ് എമിഷൻ ലൈൻസ്, എത്ര എമിഷൻ ലൈൻസ് അതിൽ ഉണ്ടാവും പോസിബിൾ ആണെന്നാണ് ചോദ്യം. അതിനൊരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്, N into N-1 all divided by 2. N എന്ന് പറഞ്ഞാൽ N2 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എവിടെ നിന്നാണ് N2 ആയിട്ട് എടുക്കുന്നത്? അപ്പോൾ 6 അല്ല N2, 6 into 6 minus 1 divided by 2. 6 into 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 divided by 2 is equal to 15 എന്ന് വരും. മാക്സിമം നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് കണ്ടുപിടിക്കാൻ N2ന്റെ വാല്യൂ ഉണ്ട്. N എന്ന് പറഞ്ഞാൽ N2 ആണ് കേട്ടോ. N2 into N2 minus 1 divided by 2 ചെയ്താൽ മതി, അത്രയും ലൈൻസ് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് നമുക്ക് വേണ്ടപ്പെട്ടൊരു 3-4 പ്രോബ്ലംസ്, ആ പ്രോബ്ലംസ് ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. അതിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 2 ക്വസ്റ്റ്യൻ, 1 2 3 4. ഈ 4 ക്വസ്റ്റ്യനും തന്നെ നന്നായിട്ട് പഠിച്ചാൽ മതി. ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കും, വേറെ ടൈപ്പ് വാല്യൂസ് അങ്ങോട്ട് മാറിയാലും വലിയ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ അൺസർട്ടനിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ, ഈ 4 ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ, പിന്നെ എമിഷന്റെ ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ, നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതി വെച്ച് ചെയ്ത് നോക്കി പഠിക്കണം, ആൻസർ കിട്ടണത്. ഓക്കെ, സെറ്റാണ്? ഓക്കെ ആണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ചെയ്യാറ്. ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്തതാണ്. അത് നന്നായിട്ട് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. പ്രോബ്ലംസ് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഉറപ്പാണ്. അത് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത ഡി ബ്രോഗ്ലിന്റെ വേവ് ലെങ്ത് വെച്ചുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ലാംഡ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കുറച്ചുകൂടി ഇതായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ മുന്നേയും ലാംഡ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ലാംഡ ഈക്വൽ ടു ലാംഡ ഈക്വൽ ടു നമ്മളുടെ സി ന്യൂ ലാംഡ അല്ലേ, ന്യൂ ലാംഡ എന്ന് പറഞ്ഞ സാധനം, സി ഈക്വൽ ടു ന്യൂ ലാംഡ. അത് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റും? സി ഈക്വൽ ടു ന്യൂ ലാംഡ ആണെങ്കിൽ അത് ലാംഡ സി ബൈ ന്യൂ എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കണ്ടുപിടിച്ചല്ലോ. പക്ഷെ അവിടെ മാസ് ഇല്ല. ഇവിടെ ശ്രദ്ധിക്കണം, മാസ് ഉണ്ട് നമുക്ക് കേട്ടോ. അപ്പൊ മാസ് തന്നിട്ടുള്ള ലാംഡ കണ്ടുപിടിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആണ്. കൂടുതലും ലാംഡ കണ്ടുപിടിക്കാൻ ചോദിക്കൽ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, വേറൊന്നും ചോദ്യങ്ങളില്ല കേട്ടോ. ചിലർക്കൊക്കെ സംശയങ്ങൾ വരാം, സംശയങ്ങളൊക്കെ ഞാൻ ഇതുവരെ ക്ലിയർ ചെയ്ത് പോവുകയാണ്. അപ്പൊ നിങ്ങൾ ചിലവർക്ക് സംശയം വരാത്തവർക്ക് പ്രശ്നമൊന്നുമില്ല, പഠിക്കണം തന്നെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആൻസറും കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ട്. ഇനി ഇതിന്റെ PDF വേണ്ടവർ എന്ത് ചെയ്താൽ മതി, പേഴ്സണലായിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം. എന്ത് ചെയ്യാം, എന്താണോ സംശയം എന്നുള്ളത് എന്ത് ചെയ്യാം, എനിക്ക് അയക്കാം കേട്ടോ. 70 25 38 96 63 കേട്ടോ. ഇതാണ് എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം,